ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ഗോവിന്ദ് ആലോചിക്കുകയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഗീതുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ ഒപ്പിടണമെന്നും താലി മേടിക്കണമെന്നും അതൊക്കെ ആലോചിച്ച് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീതു ആലോചിക്കുകയാണ്, ഞാൻ താലിമാല കൊടുക്കില്ല, അതുപോലെ തന്നെ ഡൈവേഴ്സ് പേപ്പർ ഒപ്പിടില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ ആ ഡൈവേഴ്സ് പേപ്പർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഗോവിന്ദ് സാറിൻ്റെ ജീവന് വരെ ആപത്താവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടില്ലെന്ന് ഗീതും വിചാരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി, നീ ഇത് പിടിച്ചോ, നിനക്ക് എപ്പോൾ ഇതിൽ ഒപ്പിടണം, എനിക്ക് തിരിച്ചു തരണോ, താലി തിരിച്ചു തരണം തോന്നിയോ അപ്പം കൊണ്ടു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഡൈവേഴ്സ് പേപ്പറും അതുപോലെ തന്നെ താലി നീ തന്നെ സൂക്ഷിച്ചു എന്ന് ഗോവിന്ദ് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയേണ്ടത്, എനിക്ക് നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ 2 പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ 2 അക്കൗണ്ട് പേരിൽ ഇടാൻ പറ്റില്ല, നിൻ്റെ പേരിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ നിനക്ക് ആ പൈസ എടുക്കാൻ പറ്റുള്ളൂ. നിൻ്റെ തുടർ പഠനത്തിനും നിൻ്റെ തുടർ ജീവിതത്തിനും ആ പൈസ നിനക്ക് എടുക്കാമെന്നൊക്കെ പറയുവാണ്. അതൊക്കെ സാറിൻ്റെ ഇഷ്ടം എന്നൊക്കെ ഗീതു പറയുന്നുണ്ട്. ശേഷം ഗീതു പോവാണ്. അതിനുശേഷം നമ്മുടെ മഹേഷ് ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗീതുവും ഗോവിന്ദും കൂടി റൂമിലേക്ക് പോവാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കിഷോർ നിലത്ത് നിന്നിട്ട് ഗീതുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ ആ മറ്റേ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കിയോ ബിജു എന്ന് ചോദിക്കുമ്പോൾ ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ലെന്ന് പറയുവാണ്. എനിക്ക് നാളെ ഗോവയ്ക്കുള്ള മീറ്റിംഗ് ഉണ്ടല്ലോ, ആ ട്രിപ്പ് 2 ടിക്കറ്റായിട്ട് വേണം. എന്താടാ നിങ്ങൾ ഹണിമൂൺ വീണ്ടും ആഘോഷിക്കാൻ പോവാണോ? നീയും അവർണികയും ഒരു പ്രാവശ്യം ഗോവയിൽ ഹണിമൂണിനെ പോയതാണല്ലോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, അത് അവർണികയായിട്ട്, അത് ഹണിമൂൺ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ ടൈം മീറ്റിങ്ങിൻ്റെ കാര്യം തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് മീറ്റിംഗ് ട്രിപ്പ് മാത്രമാണ്, അതുകൊണ്ട് 2ാമത് ഹണിമൂണിനെ പോവാണോ? അതേ ഹണിമൂൺ ആണ്, പക്ഷെ അവർണികയല്ല. ഓ മനസ്സിലായി എന്ന് കൂട്ടുകാരൻ പറഞ്ഞിട്ട്, നിൻ്റെ നാട്ടിലെ സുന്ദരിയല്ലേ? അതേടാ, അവൾ തന്നെ, അവളിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നാൾ പ്രണയിച്ച് നടന്നതാ, അവൾ അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ലല്ലോടാ, അതുകൊണ്ട് നീ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരണം, നിനക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തരാമെന്നൊക്കെ കിഷോർ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ അവർണിക വിളിക്കുന്നുണ്ട്, നിൻ്റെ ഫോൺ ഇത്ര നേരം ബിസി ആയിരുന്നല്ലോ, ആരെ വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗോവയുടെ ആ ഒരു കമ്പനിനെ വിളിക്കുകയായിരുന്നു, നാളെ 10 മണിക്ക് അവർ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ നാളെ 10 മണിക്ക് പോകാൻ പറ്റില്ല കിഷോറെ എന്ന് പറയുമ്പോൾ, അയ്യോ പോകണമല്ലോ അവർണിക എന്ന് പറയുമ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ പോയിക്കോ, എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനെ പങ്കെടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ കിഷോർ മനസ്സിൽ വിചാരിക്കുകയാണ്, അതന്നെയാണ് ഞാനും ആഗ്രഹിച്ചതെന്ന് വിചാരിക്കുകയാണ്. അമ്മക്ക് ഫോൺ കൊടുക്കാമെന്ന് കിഷോർ ചോദിക്കാനിട്ട് വെറുതെ അമ്മയെടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മക്ക് എങ്ങനെയുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുവാണ് കേട്ടോ. ശേഷം നമ്മുടെ ഗീതു ഗോവിന്ദിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ്. ഗീതുക്ക് ആകെ വിഷമമാണ്, ഗോവിന്ദായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. തമ്മിലുള്ള പിണക്കങ്ങളും ഗോവിന്ദ് ആ ഒരു ജീൻസും ആ പുതിയ ടീഷർട്ട് കിട്ടുമെന്നതും ബർത്ത്ഡേ ദിവസവും എല്ലാം തന്നെ ഓർത്തിട്ട് ഗീതുക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഗീതു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ് ഇത് കണ്ടിട്ട് ഗോവിന്ദിന് വിഷമം വന്നിട്ട്, പക്ഷേ ഗോവിന്ദ് കരയാണ്ട് പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, കിഷോർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് പോയാലോ എന്ന് പറയുമ്പോഴേക്കും ഗീതു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയണ്ട, നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്താരോ ബെല്ലടിക്കുകയാണ്. നോക്കുമ്പോൾ മഹേഷാണ്. എനിക്ക് ഗോവിന്ദനോട് മാത്രം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് നിലത്തേക്ക് പോവാണ്. മഹേഷ് പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇവിടുത്തെ പൂജാറൂമിൽ കയറി പ്രാർത്ഥിക്കാറുണ്ട്, ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 കപ്പിൾസ് പുറത്തു നിന്ന് സംസാരിക്കണം ഞാൻ കേട്ടു, അവർ ഡൈവേഴ്സ് ആവാൻ പോവാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദനെ മനസ്സിലാവുന്നുണ്ട് തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല. എന്തു പറ്റിയടാ നിങ്ങൾക്ക്? നിങ്ങളുടെ റിയാലിറ്റി ഷോയിലെ ഷോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് അഭിമാനം തോന്നി, അസൂയ തോന്നിയിട്ടുണ്ട് പോലും എന്ന് പറഞ്ഞ മഹേഷ് പറയുമ്പോൾ ഗോവിന്ദ് പറയണ്ട, അതൊക്കെ വെറും അഭിനയമായെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അവളുടെ ചിലപ്പോൾ അഭിനയമായിരിക്കും, പക്ഷെ നിൻ്റെ അഭിനയമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. നീ അവളെ സ്നേഹിക്കുന്നുണ്ട്, നിൻ്റെ കണ്ണുകളിൽ ഞാൻ അത് പലവട്ടം കണ്ടിട്ടുണ്ട്, നീ എന്തിനെ എന്നിൽ നിന്ന് ഒളിക്കണത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പ്രണയം എന്ന് പറഞ്ഞത് ഒരാൾക്ക് മാത്രമല്ലല്ലോ, 2 പേർക്കും ഉണ്ടാവേണ്ടതല്ലേ, എന്തായാലും അവളെ ഞാൻ കിഷോറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു അവൾക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്, നിനക്ക് അവളെ ഇഷ്ടമാണ്, നിങ്ങളുടെ തമ്മിലുള്ള ഇടയിലുള്ള ആ ഒരു ശല്യം എന്ന് പറഞ്ഞ കിഷോറാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മഹേഷ്, അവൾക്ക് എന്തായാലും കിഷോറിന് വേണ്ടി വിധിക്കപ്പെട്ട പെണ്ണാണ്, കിഷോറിൻ്റെ ഭാര്യയാവാൻ വിധിക്കപ്പെട്ടവൾ, അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അവൾ ആ കിഷോറിൻ്റെ കൂടെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് നേരെ റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വരുന്നുണ്ട്, സെക്യൂരിറ്റി അല്ല റിസപ്ഷനിസ്റ്റിൻ്റെ അവിടുത്തെ ആൾ വരുന്നുണ്ട്. സർ ബാഗ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബാഗ് മാത്രം എടുത്താൽ മതി എന്ന് ഗോവിന്ദ് പറയുകയാണ്. എൻ്റെ വണ്ടിയിലേക്ക് വെച്ചേക്കൂ. ഓക്കെ സർ എന്ന്
എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഗീതുക്ക് എന്തോ പോലെ ആവട്ടോ, കാരണം ഗോവിന്ദ് പോകുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ആ റിസപ്ഷനിസ്റ്റിലെ സ്റ്റാഫ് പോകുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഗീതുവിൻ്റെ ബാഗും ഗീതു എടുത്തുകൊണ്ട് വരുവാണ്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിൻ്റെ ബാഗ് പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ആ ബാഗ് തള്ളിക്കൊണ്ട് പോവാണ്. അതിന് ഇടയിൽ ആ മ്യൂസിക്കാണ് കേട്ടോ, അതായത് ഇതിലെ പാട്ടാണ് കേൾപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമവും. അങ്ങനെ ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് തിരിച്ച് പടിയിറങ്ങുവാണ്. കിഷോർ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഗോവിന്ദ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് വരുന്നുണ്ട്. നിങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ പുറപ്പെട്ടു, ശരി മാൻ പിന്നീട് കാണാം എന്ന് നമ്മുടെ ഗോവിന്ദ് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കാണും എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് എന്താണെന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം ശരിയെന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ അടുത്തും തലയാട്ടുന്നുണ്ട്. ചെറിയ ദേഷ്യത്തോട് കൂടിയിട്ടാണ് മഹേഷ് ഗീതുവിനെ നോക്കുന്നത്. അതിനുശേഷം അവർ പുറത്തേക്ക് പോവുകയാണ്. മഹേഷ് അത് കണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിഷോർ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് അവരുടെ പണത്തിൻ്റെ കാര്യം ചോദിക്കണോ, വേണ്ട, പണക്കൊതിയനാന്ന് വിചാരിക്കും, അയാൾ എന്തായാലും പണം കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ അവർ അതായത് പുറത്തേക്കുള്ള എൻട്രിയിലേക്ക് എത്തുവാണ്. ഗീതു നടന്നകലുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല നിന്നെ യാത്രയാക്കാൻ, ചിലപ്പോൾ എനിക്ക് വിഷമമായി പോകും എന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു ഗോവിന്ദിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. ഗോവിന്ദ് പറയുന്നുണ്ട്, അതുകൊണ്ട് നീ കിഷോറിൻ്റെ കൂടെ പോയിക്കോ, നീ പോകുമ്പോൾ തന്നെ ഞാനും തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിക്കാം എന്ന് ഗോവിന്ദ് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും സാറിനെ വിളിക്കാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിൻ്റെ ഫോൺ കോളിലായിരിക്കും ഗീതു എന്ന് പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.